ഗൈസ്, ഇന്നത്തെ വിശേഷം ഇവർ തന്നെയാണ് കേട്ടോ. റെയിൻ ലില്ലി. ഇത് മഴയത്തും മഞ്ഞത്തൊക്കെ പൂക്കുന്ന ഒരു പുഷ്പമാണ്, ഒരു ഫ്ലവറാണ്. അപ്പം ഇന്നലെ മുട്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീഡിയോ എടുക്കണം വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. ഇപ്പോൾ പൂത്തപ്പോഴാണ് പറ്റിയത്. ഇനി അതുപോലെ ഇവിടെയുള്ള എല്ലാ ഫ്ലവേഴ്സും കാണിച്ചു കേട്ടോ. ഇതൊരു സിറ്റ് ഔട്ടിൻ്റെ ഒരു കോർണറാണ്. ഇവിടെ നമ്മളിങ്ങനെ ബൊഗെയിൻവില്ല പൂത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. ഇതുണ്ടോ, നമ്മുടെ സിറ്റ് ഔട്ടാണേ. സിറ്റ് ഔട്ടിൻ്റെ ഒരു കോർണറാണ്. ഇവിടെ കുറച്ച് ഫിഷൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ പോയിട്ടോ, പൂച്ച കൊണ്ടുപോയതാന്ന് തോന്നുന്നു. കുറേ ഇട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് മീനെ കാണുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഓരോ ചെടികളായിട്ട് പരിചയപ്പെടാം. ഇവിടെ കുറച്ച് എഗെയിൻ പല വെറൈറ്റി കടലാസ് പൂ എവിടെ നിന്നൊക്കെ കിട്ടുന്നോ അതെല്ലാം കൊണ്ടുവന്നിട്ട് ബൊഗെയിൻവില്ല കുത്തി മുളപ്പിക്കലുണ്ട്. അങ്ങനത്തെ പരീക്ഷണങ്ങൾ നടക്കുകയാണ്. അഡീനിയ ഉണ്ട്. ഇവിടെ ഒരു കാക്ടസ് പ്ലാന്റ് ഉണ്ട്. ഇവിടെ ഇതിനെന്തോ പറയും, മറന്നുപോയി, പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്തോ. ഇത് നമ്മൾ വയനാടൊക്കെ മല കാട് പ്രദേശങ്ങളിലൊക്കെ നല്ല തണുപ്പും തണലും അവിടെ താഴ്ച വളരുന്നൊരു ചെടിയാണ്. അടുത്തൊരു ഫ്ലവറാണ്. ഇത് അഡീനിയാണ് കേട്ടോ. അഡീനിയത്തിൻ്റെ വൈറ്റ് ഉണ്ട്, നല്ല പൂത്ത് വെക്കുന്നുണ്ട്. അഡീനിയം വൈറ്റ്. ഇങ്ങനൊരു പൂവുണ്ട് കേട്ടോ അവിടെ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, മുള്ളുള്ള ചെടിയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ യെല്ലോ. പിന്നെ ഇവിടെ സൈഡിൽ കുറച്ച് വെയിലൊക്കെ കൊണ്ടിട്ട് ഉണങ്ങി നിൽക്കുന്ന പോലെ, പക്ഷെ അത് ഉണങ്ങിയിട്ടില്ല അങ്ങനെ പൂർണ്ണമായും. അങ്ങനൊരു പ്ലാന്റ് ഉണ്ട്. അത് നമ്മുടെ 10 മണി 8 മണി എന്നൊക്കെ പറയുന്ന സാധനം. ഇതൊരു വലിയ ഫ്ലവറാണ്. ഇത് ജസ്റ്റ് ഒരു കമ്പിന് 40 രൂപ എത്രയോ കൊടുത്തിട്ട് മണ്ണൂട്ടിയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരാളുണ്ട്. ഇതിലൊക്കെ ഫ്ലവേഴ്സ് ഉണ്ട്. ഇതുണ്ടോ. ഇനി ഇവിടെയാണ് ഹൈലൈറ്റ്. ഇതുണ്ടോ, ഇതങ്ങനെ ഒരു 3-4 കമ്പ് മണ്ണൂട്ടിയിൽ നിന്ന് ഒരൊറ്റ കമ്പിന് 80 രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് കുറേ ചട്ടികളിലേക്ക് ആക്കിയതാണ് കേട്ടോ. ഇതിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ ഹാങ്ങിങ് പോട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഫേൺ ഇങ്ങനെ പച്ചപ്പരവതാനി പോലെ പരന്ന് കിടക്കുന്നുണ്ട്. ഇതാണ്ടോ നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ. നേരെ റോഡ് സൈഡാണ് കേട്ടോ നമ്മുടെ വീട്. മുറ്റൊന്നുമില്ല, അതുകൊണ്ടാണ് സിറ്റ് ഔട്ടിനെ നമ്മൾ ഗാർഡൻ ആക്കിയിരുന്നത്. നമുക്ക് വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞത്. ഇത് ആ ഷാമ്പു പോലുള്ള സാധനമാണോന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഷാമ്പു കിട്ടുന്നൊരു തരം ചെടിയുണ്ട്, അതാണോന്ന് അറിയില്ല കേട്ടോ. ഒരു യെല്ലോ ഫ്ലവർ ഉണ്ട്, ഒരു പിങ്ക് ഫ്ലവർ ഉണ്ട്, റോസ് ഉണ്ട്. പക്ഷെ റോസ് വാങ്ങിപ്പോയി. ഒരു യെല്ലോ ഫ്ലവർ ഉണ്ട്. ഇത് എവിടുത്തെ വന്നിരിക്കണമെന്ന് അറിയോ? ഇതേ ടൈൽസിൻ്റെ ഉള്ളിൽ നോക്കിക്കോ. ടൈൽസിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ചെടി വളർന്ന് ഇവിടെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്. ഇതുണ്ടോ, ഇവിടെയും നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ട്. പക്ഷേ ഇതങ്ങനെ യൂസ് ചെയ്യലില്ല. ഇത് നമ്മളിങ്ങനെ ബൊഗെയിൻവില്ല നല്ല ചന്തത്തിൽ പടർത്തി വിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു മഞ്ഞ കോളാമ്പിപ്പൂവും ഉണ്ട് കേട്ടോ. സാധനം. സോ ദാറ്റ്സ് ഓൾ. പിന്നെ കുറച്ച് മുകളിലും ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ കുറേ ചെടിച്ചട്ടികൾ വെച്ചിട്ടുണ്ട്. ഒരു ടോട്ടൽ വ്യൂ ഇങ്ങനെ ഇരിക്കും. ഇതാണ് വീടിൻ്റെ മുൻവശം.